അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നാമത്തെ ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം 14 വാക്യം വായിക്കാം. എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ഈ യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് യാഗം? നോഹ യാഗം അർപ്പിച്ചു നാം വായിച്ചു. നോഹ യാഗം അർപ്പിച്ചു നാം പഠിച്ചു. എന്താണ് യാഗം അർപ്പിക്കുക എന്ന് പറയുന്നത്? നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ ഇടയാകുന്നത് ഒരു അത്ഭുത കൃപയാണ്. എൻ്റെ കർത്താവേ എന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ ഇടയാകുന്നത് അത്ഭുത കൃപയാണ്. എൻ്റെ പാപം ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇടയാകുന്നത് അത്ഭുത കൃപയാണ്. പാപബോധം കിട്ടുന്നത് ഒരു കൃപയാണ്. കുറ്റബോധം ലഭിക്കുന്നത് ഒരു കൃപയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. സ്നേഹിതരെ, നിങ്ങളിന്ന് ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരാകർഷണം നിങ്ങളുടെ മേലുണ്ട്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്
ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആകർഷണം ഉള്ളതുകൊണ്ടാണ് വചനം കേൾക്കാൻ നിങ്ങൾക്കൊരു ദാഹം വന്നത്. എത്രയോ പേര് ഈ വചനം കേൾക്കാതെ കൈവിട്ട് കളയുന്നു, എത്രയോ പേര് അവഗണിച്ച് കളയുന്നു, എത്രയോ പേര് വചനത്തെ തള്ളിക്കളയുന്നു, വചനത്തെ ചവിട്ടിക്കളയുന്നു, വചനത്തെ നിരസിച്ച് കളയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വചനത്തിന് മുമ്പിലേക്ക് വരാനിടയായി. നിങ്ങൾക്ക് വചനം നിങ്ങളെ സ്പർശിക്കുന്നത് അനുഭവിക്കാനിടയായി. വചനത്തിൻ്റെ ഒരു തീ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടത് നിങ്ങൾക്ക് അനുഭവിക്കാനിടയായി. വചനത്തിന് തീ നിങ്ങളുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിച്ചത് നിങ്ങൾക്ക് അനുഭവിക്കാനിടയായി. നിങ്ങളുടെ ഹൃദയം ചൂടുപിടിച്ചത് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉള്ള് തിളച്ച അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. വചനത്തിൻ്റെ ജ്വലിക്കുന്ന അനുഭവത്തിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച അനുഭവങ്ങൾ നിങ്ങൾ ചിലർക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഓരോ അത്ഭുത കൃപകളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണതെല്ലാം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ശിശുക്കൾക്ക് വെളിപ്പെട്ട് കിട്ടിയ മർമ്മം ബുദ്ധിമാന്മാർക്ക് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല, ജ്ഞാനികൾക്ക് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, എട്ടും പൊട്ടും തിരിയാത്തവർക്ക്, അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക്, നല്ല ഭാഷയിൽ പറഞ്ഞാൽ നിരക്ഷരകുക്ഷികൾക്ക്, അവർക്ക് ഈ അത്ഭുത രഹസ്യം വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈ വലിയ ആകർഷണം അവർക്ക് മനസ്സിലാകുകയാണ്. അവർ ക്രിസ്തുവിലേക്ക് വരികയാണ്, അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്, അവർക്ക് മാനസാന്തരം കിട്ടുകയാണ്. എന്തൊന്ന് സമർപ്പിക്കുക എന്ന് പറയുന്നത്, നിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നിനക്ക് തന്നതേയുള്ളൂ. എല്ലാം ദൈവത്തിൻ്റേതാണ്, ദൈവം തന്ന അനുഗ്രഹമാണ്. നമുക്കൊരു കൂട്ടായ്മ തന്നെങ്കിൽ അത് ദൈവം തന്നതാണ്. കൂട്ടായ്മയിൽ ജീവൻ്റെ വചനം ഉണ്ടെങ്കിൽ ദൈവം തന്നതാണ്. കൂട്ടായ്മയിൽ ആത്മാവിന് വ്യാപാരമുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ്. കൂട്ടായ്മയ്ക്ക് ഒരു ശുദ്ധ ലക്ഷ്യമുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ്. പ്രിയപ്പെട്ടവരെ, സകല നന്മകളും ക്രിസ്തുവിൽ നിന്ന് വരുന്നു, സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നിന്ന് വരുന്നു. എല്ലാ നന്മയും എല്ലാ തികഞ്ഞവരുമൊക്കെയും സ്വർഗീയ പിതാവിൽ നിന്ന് വരികയാണ്. കാരണം കരുണയുള്ള ദൈവത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാര്? എന്നെ തന്നെ തരുവാൻ, ഞാനിങ്ങനെ യാഗമർപ്പിക്കുവാൻ, അതിനെനിക്കൊരു ബോധ്യം കിട്ടുവാൻ എനിക്ക് എന്താണ് യോഗ്യത? എനിക്കതിന് യോഗ്യതയില്ലല്ലോ. പറയുകയാണ് ദാവീദ്, ദൈവസന്നിധിയിലിരുന്ന് പറയുകയാണ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിൻ്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാര്? എൻ്റെ ജനവും എന്തുള്ളൂ? ഞാനാര്? എൻ്റെ ജനവും എന്തുള്ളൂ? എൻ്റെ പിതൃഗ്രഹം എന്തുള്ളൂ? എൻ്റെ ആളുകൾ എന്തുള്ളൂ? എൻ്റെ പിതാവ് എങ്ങനെയുള്ള ആൾ? ഒരു സാധുവായ മനുഷ്യൻ. എൻ്റെ സഹോദരങ്ങൾ എങ്ങനെയുള്ളവർ? പാവപ്പെട്ടവർ. ഞങ്ങളുടെ കുടുംബം എങ്ങനെയുള്ളത്? എത്രയോ താണൊരു കുടുംബം. എൻ്റെ കർത്താവേ, ഇശായിയുടെ ഭവനം, ഇശായിയുടെ കുടുംബം പ്രാരബ്ധമുള്ളൊരു കുടുംബമാണ്. പ്രാരബ്ധമുള്ള കുടുംബം, ദുരിതവും യാതനയുമുള്ളൊരു കുടുംബം, കഷ്ടപ്പാടിൽ കഴിയുന്ന കുടുംബം. മൂത്ത മക്കൾ അവർ പട്ടാളത്തിലായതുകൊണ്ട്, ശൗൽ രാജാവിൻ്റെ പട്ടാളത്തിലായതുകൊണ്ട് ഒരു ചെറിയ വരുമാനം അതുണ്ട്. ഇളയമകനായ ദാവീദ് ആടുനോട്ടക്കാരനാണ്. ആടുനോട്ടക്കാരനായ ദാവീദ് ആകെ വരുമാനം ആടുകളെ നോക്കി കിട്ടുന്ന, ആടുകളുടെ രോമം കത്തിരിച്ച് കിട്ടുന്ന വരുമാനം, ആടിൻ്റെ പാല് കറന്ന് കിട്ടുന്ന വരുമാനം, ഇതല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും? പാവപ്പെട്ടൊരു കുടുംബം, 8 മക്കളുടെ കുടുംബം, ഇശായിയും ഭാര്യയും 8 മക്കളും. എത്ര പ്രാരബ്ധവും കഷ്ടപ്പാടുമുള്ളൊരു കുടുംബമാണ്. എന്നാൽ ദാവീദ് പറയുകയാണ്, ദൈവമേ, ഇങ്ങനെയെല്ലാം ദരിദ്രമായൊരു കുടുംബത്തിൽ നിന്ന്, ഇങ്ങനെയെല്ലാം പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് സാധുവായി എന്നെ നീ വിളിച്ചു, എന്നെ നീ തിരഞ്ഞെടുത്തു. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ നാഥ, നിൻ്റെ മഹത്വമുള്ള സിംഹാസനത്തിൽ കയറി ഇരിക്കുവാൻ എന്നെ നീ യോഗ്യനാക്കി തീർത്തു. എന്നെ നീ പേര് ചൊല്ലി വിളിച്ചു, എന്നെ നീ അഭിഷേകം ചെയ്തു, എന്നെ നീ വിളിച്ചു കൊണ്ടുവന്നു. എൻ്റെ സഹോദരന്മാരും മാനിച്ചില്ല, എൻ്റെ അപ്പന് വില തോന്നിയില്ല, എന്നെ ആട് നോക്കാനാണ് വിട്ടത്. എല്ലാവരും ശമൂവേലിൻ്റെ അടുക്കിലേക്ക് പോയപ്പോൾ എന്നെ ആട് നോക്കാൻ വിട്ടു. എൻ്റെ ദൈവമേ, ഇങ്ങനെ അവഗണിക്കപ്പെട്ടവനായിരുന്നു ഞാൻ, ബാല്യം മുതൽ അവഗണിക്കപ്പെട്ടവൻ. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കാം. ബാല്യം മുതലേ അവഗണിക്കപ്പെട്ടവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ബാല്യം മുതൽ തള്ളപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, ആർക്കും സ്നേഹിക്കാൻ തോന്നാത്തവർ, സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലാത്തവർ, സ്നേഹിക്കാനുള്ള ഗുണമൊന്നുമില്ലാത്തവർ, ആർക്കും അടുക്കാൻ പറ്റാത്തവർ, ആരെങ്കിലും അടുത്താൽ മുള്ളുകൊള്ളുന്ന പ്രകൃതമുള്ളവർ ഇല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ നമ്മിൽ പലരും? നമ്മോട് ആരെങ്കിലും അടുത്താൽ അവർക്ക് മുള്ളുകൊള്ളും, അവർക്ക് വേദനയേൽക്കും. നമ്മുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു, നമ്മുടെ വാക്കുകൾ കയ്പുള്ളതായിരുന്നു, നമ്മുടെ വാക്കുകൾ വളരെ വളരെ ചവർപ്പുള്ള വാക്കുകളായിരുന്നു, നീരസവും കയ്പുമുള്ള വാക്കുകളായിരുന്നു, പരിഭവവും അഹങ്കാരമുള്ള വാക്കുകളായിരുന്നു.
ഇല്ലേ നമ്മുടെ ജീവിതം എന്തായിരുന്നു? ഏതെല്ലാം അസഭ്യ വാക്കുകളാണ് നാവിൽ വന്നുകൊണ്ടിരുന്നത്? പുറത്തു പറയാൻ കൊള്ളാത്തതായ എന്തെല്ലാം ആണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത്? ഞാൻ എന്തുള്ളൂ? ദാവീദ് പറയുകയാണ്, എല്ലാം നിൻ്റെ കൃപ. പിതാവേ, സ്വർഗത്തിന് ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ദയവായി ചിന്തിക്കൂ. നിങ്ങളോട് ദൈവത്തിന് പ്രസാദം തോന്നി, അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വന്നു. നിങ്ങൾ ദൈവത്തിന് വചനം കേട്ടു, നിങ്ങൾക്കൊരു മനംതിരിവുണ്ടായി, നിങ്ങൾക്കൊരു മാനസാന്തരം കിട്ടി, നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി, നിങ്ങൾക്കൊരു സമർപ്പണം കൊടുക്കണമെന്ന് തോന്നി, ഒരു യാഗം അർപ്പിക്കണമെന്ന് തോന്നി, ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നി. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ തിരികെ നിനക്ക് തന്നു. ദൈവം തന്നത് മാത്രം, എല്ലാം ദൈവത്തിൻ്റേത്. പ്രിയപ്പെട്ടവരെ, ശരിയായ യാഗം ഈ ഒരു അംഗീകാരമാണ്, ഈ ഒരു ബോധ്യമാണ്. എൻ്റേതൊന്നുമില്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ സാമർഥ്യം കൊണ്ടല്ല, ഞാൻ എൻ്റെ കർത്താവേ, എൻ്റെ ഒരുക്കം കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥനയുടെ മാഹാത്മ്യം കൊണ്ടല്ല, എൻ്റെ ജാഗരണത്തിൻ്റെ മേന്മ കൊണ്ടല്ല, എൻ്റെ ഒന്നുകൊണ്ടുമല്ല. എന്നിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് എല്ലാം പാപമാണ്. എന്നിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് എൻ്റെ സ്വയത്തിൻ്റെ കറയുള്ള ചിന്തകളും പ്രവൃത്തികളുമാണ്. എന്നിൽ നിന്ന് അതേ വരികയുള്ളൂ. എൻ്റെ സ്വയമാണ് മുന്നിട്ട് നിൽക്കുന്നത്, എൻ്റെ ഒരു സെൽഫാണ് മുന്നിട്ട് നിൽക്കുന്നത്, എൻ്റെ ഒരു ഇഗോയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ പോലും എന്നെ തകർത്ത് കളയുന്ന ഒരു ഭീകര പിശാചുണ്ട്, എൻ്റെ സ്വയം. ശത്രുക്കൾ വേറെ ആരുമല്ല എന്നെ ഉപദ്രവിക്കുന്നത്. എനിക്ക് ഈ ലോകത്തിൽ വേറെ ആരുമല്ല ശത്രുക്കൾ. അനേകം പേര് ശത്രുക്കളുണ്ടെന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നൊരു കാലമുണ്ട്. കർത്താവേ, തെറ്റിപ്പോയി. എൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയാണ്. എൻ്റെ ഈഗോയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. എൻ്റെ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് എൻ്റെ ഈഗോയാണ്. എൻ്റെ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്, അതിൻ്റെ വിഘ്നം സൃഷ്ടിക്കുന്നത് എൻ്റെ സെൽഫാണ്, എൻ്റെ സ്വയമാണ്. ഒരു ഞാനുണ്ട് എൻ്റെ ഉള്ളിൽ, ഒരു അഹങ്കാരിയുണ്ട് എൻ്റെ ഉള്ളിൽ, എൻ്റെ ദൈവമേ ഒരു നിഗളിയുണ്ട് എൻ്റെ ഉള്ളിൽ, ഒരു തന്നിഷ്ടക്കാരനുണ്ട് എൻ്റെ ഉള്ളിൽ, സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് കടുകട മാറാതെ ദുശാഠ്യത്തോടെ നിൽക്കുന്ന ഒരു ഭീകരനുണ്ട് എൻ്റെ ഉള്ളിൽ. അത് ഞാൻ തന്നെയാണ്. കർത്താവേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. എൻ്റെ ദൈവമേ, ആര് പറഞ്ഞാലും വഴങ്ങാത്തൊരു ഹൃദയമുണ്ട് എനിക്ക്. ആര് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും അത് അംഗീകരിക്കാത്ത ഒരു ഹൃദയമുണ്ട് എനിക്ക്. ഞാൻ എപ്പോഴും ഒരു തന്നിഷ്ടക്കാരനാണ്, ഒരു സ്വയത്തിലാണ് എൻ്റെ ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സെൽഫ് സെൻറ്റേർഡാണ്. കർത്താവേ, എൻ്റെ ജീവിതം ഇത്രയും കാലം സെൽഫ് സെൻറ്റേർഡാണ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഈ സെൽഫ് സെൻറ്റേർഡ് ലൈഫ് ഇപ്പോൾ ഞാൻ വെച്ചു മാറുന്നു. ഇത് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആകാൻ ഞാൻ വിട്ടുതരുന്നു. സെൽഫ് സെൻറ്റേർഡ് ലൈഫ് അത് ക്രൈസ്റ്റ് സെൻറ്റേർഡായി മാറുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമായി തീരുകയാണ്. ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്താണ്? ക്രിസ്തുവിൻ്റെ മഹത്വം ഏതാണ്? ക്രിസ്തുവിൻ്റെ മഹത്വം കിട്ടുന്ന എന്താണ്? എൻ്റെ ഇഷ്ടം ഞാനിതാ താഴെ വയ്ക്കുന്നു, എൻ്റെ ഇഷ്ടം ഞാനിതാ ബലി കഴിക്കുന്നു, എൻ്റെ താല്പര്യം ഞാനിതാ യാഗമർപ്പിക്കുന്നു, എൻ്റേതെല്ലാം താഴെ വയ്ക്കുന്നു. യേശുവേ, ഇനി നീ മാത്രം, നീ മാത്രം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറഞ്ഞു, സകലവും നിങ്കിൽ നിന്ന് വന്ന് നിങ്കിലേക്ക് ഞാൻ സമർപ്പിച്ചതാണ്. സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ശരിയായ സമർപ്പണം അതെന്താണ്? ദൈവത്തിന് നമ്മുടെ ഇതൊന്നും കൊടുത്തിട്ട് വേണ്ട. ഒരു കാളയെ അർപ്പണം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആടിനെ ബലി കഴിക്കുക, അതല്ലെങ്കിൽ ഒരു പ്രാവിനെ ബലി കഴിക്കുക, കുറുപ്രാവിനെ ബലി കഴിക്കുക, അല്ലെങ്കിൽ ചങ്ങാലിയെ ബലി കഴിക്കുക. ഇതൊന്നും ദൈവത്തിന് വേണ്ട, മനുഷ്യൻ കൊടുത്തിട്ട് വേണ്ട. 50-ാം സങ്കീർത്തനത്തിൽ ദൈവം പറയുകയാണ്, 5-ാം വാക്യം മുതൽ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കിയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമായി ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പായിരിക്കുന്നു. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പായിരിക്കും. നീ ഹോമയാഗം കഴിക്കുന്നൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഹോമയാഗം ഒക്കെ എൻ്റെ മുമ്പായിരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു.
വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഭൂലോകവും അതിന്റെ നിറവും അതിന്റെ ഫുൾനെസ് എല്ലാം എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം നീ തിന്നുമോ? എന്താണ് ധരിച്ചത്? മനുഷ്യ, നീ എന്താണ് ധരിച്ചത്? ഈ യഹോവയായ ദൈവം കാളകളുടെ മാംസം തിന്നുമെന്നാണോ നീ ധരിച്ചത്? ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം ഞാൻ കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന യാഗം എന്താണ്? ഒരു നന്ദിയുള്ള ഹൃദയം. ഒരു നന്ദിയുള്ള ഹൃദയം. ദൈവം നിനക്ക് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുന്ന ഒരു നന്ദിയുള്ള ഹൃദയം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. ഒരു നന്ദിയുള്ള ഹൃദയം ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സ്നേഹമുള്ള ഹൃദയം ഞാൻ നിന്നിൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ വികാരമുള്ളവനാണ്. എനിക്ക് ഹൃദയമുണ്ട്. എനിക്ക് മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹമുണ്ട്. മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹമുണ്ട്. മനുഷ്യനെ സ്നേഹിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു. അഗാധമായി സ്നേഹിക്കുന്നു. ആഴമായി ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്നെ ആഴമായി സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. 42 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ, തിരുവചനത്തിൻ്റെ ഇരമ്പി ഉയരുന്നതായ ആരവാരത്തോടു കൂടിയ തിരുവചനത്തിൻ്റെ ആ വെള്ളപ്പാച്ചിലിൽ കർത്താവേ ആഴിയെ വിളിക്കുന്നു. എന്താണത്? ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. ആഴത്തെ വിളിക്കുന്നു. ശരിയായ തർജ്ജമ എങ്ങനെയാണ് വേണ്ടത്? ആഴിയെ വിളിക്കുന്നതല്ല, ആഴത്തെ വിളിക്കുന്നു. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. ദൈവസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യസ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു. മനുഷ്യസ്നേഹത്തിൻ്റെ ആഴം ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം. സ്നേഹിതരെ, അത് നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. ഈ ദൈവത്തിന് വേണ്ടിയൊരു ദാഹം കിട്ടുക. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണെന്നത്! ദൈവത്തോടുള്ള ഒരു അഗാധമായ സ്നേഹം കിട്ടുക, ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം കിട്ടുക. നിങ്ങൾ പറയും, എനിക്ക് ആ സ്നേഹം കിട്ടുന്നില്ലല്ലോ, എനിക്ക് ആ വിശ്വാസം കിട്ടുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അത് വേറെ ആരും കുത്തിവെച്ച് തരേണ്ടതല്ല, നിങ്ങൾ സുബോധം പ്രാപിച്ച് കിട്ടേണ്ടതാണ്. ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുക. അത് നിങ്ങൾക്കൊരു വെളിവ് കിട്ടുന്നതാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് ഒരു സുബോധം തരണമേ, എനിക്കൊരു വെളിവ് തരണമേ. എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയാൻ എനിക്കൊരു വെളിവ് തരണമേ. നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ആത്മക്കണ്ണുകളെ തുറന്നു തരണമേ. എൻ്റെ പുറമേയുള്ള കണ്ണുകളല്ല, എൻ്റെ അകത്തെ കണ്ണുകൾ തുറന്നു തരണമേ. ആത്മക്കണ്ണുകളെ തുറന്ന് ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ വെളിവ് എനിക്ക് തരണമേ, വലിയ സുബോധം എനിക്ക് തരണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കണ്ണ് കർത്താവ് തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. കണ്ണ് തുറന്നു തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ട് പഠിച്ച ഒരു കവിത ഓർക്കുന്നുണ്ട്. കവിത അത് തോമസ് ക്യാമ്പൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി എഴുതിയ കവിതയാണ്. ഒരു അന്ധൻ അവരിത് പറയുകയാണ്, പാവം ഒരു കൊച്ചു ബാലൻ അവരിത് പറയുകയാണ്, ഓ സേ വാട്ട്സ് എ തിങ് കോൾഡ് ലൈറ്റ് വിച്ച് ഐ മസ്റ്റ് നെവർ എൻജോയ്. വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ഓഫ് സൈറ്റ്, ഓ ടെൽ യുവർ പൂവർ ബ്ലൈൻഡ് ബോയ്. ഞാൻ ഒരു അന്ധ ബാലനാണ്. ഐ എം എ പൂവർ ബ്ലൈൻഡ് ബോയ്. ഞാനൊരു അന്ധ ബാലനാണ്. ഒന്ന് പറഞ്ഞു തരാമോ? ഒന്ന് പറഞ്ഞു തരാമോ? ഈ വെളിച്ചം എന്ന് പറയുന്ന സാധനം എങ്ങനെ ഇരിക്കുന്നു? ഒന്ന് പറഞ്ഞു തരാമോ? ഓ സേ വാട്ട്സ് എ തിങ് കോൾഡ് ലൈറ്റ് വിച്ച് ഐ മസ്റ്റ് നെവർ എൻജോയ്. എനിക്ക് എന്നേക്കും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന, എനിക്ക് ആസ്വദിക്കാൻ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഈ വെളിച്ചം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ കൂട്ടരെ? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഓ സേ വാട്ട്സ് എ തിങ് കോൾഡ് ലൈറ്റ് വിച്ച് ഐ മസ്റ്റ് നെവർ എൻജോയ്. വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ഓഫ് സൈറ്റ്, ഓ ടെൽ യുവർ പൂവർ ബ്ലൈൻഡ് ബോയ്. ഈ പാവപ്പെട്ട ഈ അന്ധബാലന് ഒന്ന് പറഞ്ഞു തരാമോ? You talk of wondrous things you see. You say the sun shines bright. നിങ്ങൾ വളരെ അത്ഭുത കാര്യങ്ങളൊക്കെ കാണുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. വളരെ അത്ഭുത കാര്യങ്ങൾ, സൂര്യൻ നല്ല ജ്വലിച്ച് പ്രകാശിക്കുന്ന നിങ്ങൾ പറയുന്നുണ്ടല്ലോ. You talk of wondrous things you see. You say the sun shines bright. I feel him warm, but how can he or make it day or night? ഞാൻ സൂര്യൻ്റെ ചൂട് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് സൂര്യൻ്റെ ചൂട് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ സൂര്യൻ പകലിൻ രാവ് ഉണ്ടാക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നില്ല. യു ടോക്ക് ഓഫ് വണ്ടറസ് തിങ്സ് യു സീ. യു സേ ദ സൺ ഷൈൻസ് ബ്രൈറ്റ്. ഐ ഫീൽ ഹിം വാം, ബട്ട് ഹൗ ക്യാൻ ഹീ ഓർ മേക്ക് ഇറ്റ് ഡേ ഓർ നൈറ്റ്. മൈ ഡേ ഓർ നൈറ്റ് മീ സെൽഫ് ഐ മേക്ക് വെൻ എവർ ഐ സ്ലീപ്പ് ഓർ പ്ലേ. എൻ്റെ പകലിൻ രാവും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കളിക്കുമ്പോഴൊക്കെ പകൽ,
ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ രാത്രി. മൈ ഡേ ഓർ നൈറ്റ് മൈ സെൽഫ് ഐ മേക്ക് വെൻ എവർ ഐ സ്ലീപ്പ് ഓർ പ്ലേ ആൻഡ് കുഡ് ഐ എവർ കീപ്പ് എ വേക്ക് വിത്ത് മീ ടു യുവർ ഓൾവേസ് ഡേ. എപ്പോഴും ഉറക്കം തെളിഞ്ഞിരുന്നാലോ എനിക്കത് മുഴുവനും പകലായിരിക്കും. ഞാൻ എപ്പോഴെല്ലാം ഉറക്കം തെളിഞ്ഞിരിക്കുന്നോ അതൊക്കെ പകൽ. പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് ആന്തരികമായ കാഴ്ചയില്ലാത്തവരാണ്. വെളിച്ചം പിടികിട്ടിയിട്ടില്ല. വെളിച്ചമായി ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ക്രിസ്തു എന്ത് ചെയ്തു എന്ന് അറിഞ്ഞുകൂടാ. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന്, ക്രിസ്തു എന്നെ സ്നേഹിച്ച സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവമായ പൈശാചികൻ സാത്താൻ ഇന്ന് അനേകരെ മയക്കിയിട്ടിരിക്കുന്നു, അനേകരെ ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുന്നു, അനേകരെ കണ്ണുകാഴ്ചയില്ലാത്തവരാക്കിയിരിക്കുന്നു, അനേകരുടെ ഹൃദയത്തിൻ്റെ സുബോധം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ആത്മീയമായി വിവേചിക്കേണ്ടതാണ്, പക്ഷെ മനസ്സിലാകുന്നില്ല, വിവേചിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ ശരിയായൊരു കാഴ്ച കിട്ടി, ശരിയായ കാഴ്ച പ്രാപിച്ചതിന് ശേഷം നാം നമ്മെ തന്നെ സമർപ്പിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ, ശരിയായ യാഗത്തിലേക്ക് നാം വരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിച്ച് കേൾക്കുക. ശ്രദ്ധയോടെ കേൾക്കുക. സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഗോമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്തിനാ നിങ്ങൾ തൊഴുത്ത് യാഗം കഴിക്കുന്നത്? എന്തിനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ട് കൊറ്റന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഈ യാഗം അർപ്പിക്കുമ്പോൾ കാളകളുടെയും കോലാടിന്റെയും കുഞ്ഞാടിന്റെയും രക്തം അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് സന്നിധിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരുന്നത് നിങ്ങളുടെ ആര് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്? എനിക്ക് ഈ യാഗമൊന്നും വേണ്ട. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. നിങ്ങൾ അർപ്പിക്കുന്ന ധൂപം എനിക്ക് വെറുപ്പാകുന്നു. സുഗന്ധധൂപം അർപ്പിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ പെരുന്നാളുകളും അമാവാസികളും വിശേഷ ദിവസങ്ങളും ഒന്നും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. പെരുന്നാളുകളെയും വിശേഷ ദിവസങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. പ്രാർത്ഥനയ്ക്കായി കൈമലർത്തും. എനിക്ക് കേൾക്കേണ്ട നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങളുടെ കയ്യിൽ പാപമുണ്ട്, നിങ്ങളുടെ കയ്യിൽ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അശുദ്ധിയുണ്ട്, തിന്മയുണ്ട് നിങ്ങളുടെ കൈകളിൽ. നിങ്ങൾ ഒരുപക്ഷെ കൈ കൊണ്ട് കൊലപാതകം ചെയ്യുന്നില്ലെങ്കിലും ചിലരെ നിങ്ങൾ സ്വഭാവഹത്യ ചെയ്തിട്ടുണ്ട്, ചിലരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് വരുത്തിയിട്ടുണ്ട്, അപവാദം വരുത്തിയിട്ടുണ്ട്, നിങ്ങൾ ദൈവവേലയെ തടുത്തിട്ടുണ്ട്, ദൈവവേലക്കാർ ദുഷിച്ചിട്ടുണ്ട്, പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, വാവിഷ്ടാണ് നിങ്ങളുടെ നാവിൽ വന്നിട്ടുണ്ട്, റിവൈലേഴ്സായി മാറിയിട്ടുണ്ട്, വാവിഷ്ടാണക്കാരായി മാറിയിട്ടുണ്ട്, കുറ്റം പറയുന്നവരായി തീർന്നിട്ടുണ്ട്, മറ്റുള്ളവരെ വിധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ചിലരെ നിങ്ങൾ കൊന്നിട്ടുണ്ട്. പുറമേ ശരീരത്തെ കൊന്നില്ല, പക്ഷേ അവരുടെ മനസ്സിനെ കൊന്നു. ക്യാരക്ടർ അസാസിനേഷൻ, ചിലരെ തേജോവധം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. ഇതെല്ലാം ഓർത്ത് നിങ്ങൾ അനുദപിച്ച് പ്രാർത്ഥിപ്പീൻ. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് തമ്മിൽ വാദിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. എല്ലാം കഴുകിത്തരാം, എല്ലാം ക്ഷമിച്ചു തരാം, എല്ലാം ശുദ്ധമാക്കി തരാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും അതെല്ലാം ഹിമം പോലെ വെളുപ്പിച്ചു തരാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും
പഞ്ഞി പോലെ ആയിത്തീരും. രക്തത്തിൽ മുക്കിയെടുത്ത വസ്ത്രം പോലെ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ വെണ്മയായി തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നിങ്ങൾ ഈ പറയുന്ന വചനങ്ങളെ കേട്ടനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്മ അനുഭവിക്കാൻ കഴിയും, ദേശത്ത് നന്മ അനുഭവിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ സമർപ്പിക്കുക, ദൈവം പ്രസാദിക്കുക യാഗമായി സമർപ്പിക്കുക, നാം പാപമോചനം നേടുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കാൻ ഇനി ഇടവരരുത്. ഹൃദയം കുറ്റം വിധിക്കുന്ന ഒന്നും ബാക്കി കാണരുത്. നിങ്ങൾക്ക് പരിശോധിക്കാം, എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നതായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മനസ്സാക്ഷി മരവിച്ചിരിക്കരുത്. നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നതായി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? എൻ്റെ ദൈവമേ, ഓരോ സമയങ്ങളിൽ വന്നുപോയത്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകളെ കൊണ്ട് ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, എൻ്റെ വാക്കുകളെ കൊണ്ട് ചിലരെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞത്, എൻ്റെ കർത്താവേ, എൻ്റെ വാക്കുകൾ കൊണ്ട് ചിലരെ കുത്തി മുറിവേൽപ്പിച്ചത്, കർത്താവേ, എൻ്റെ വാക്കുകൾ കൊണ്ട് ചിലരുടെ ഹൃദയത്തെ പിളർന്ന് വ്രണമുണ്ടാക്കിയത്, എൻ്റെ കർത്താവേ, എൻ്റെ ഭാര്യയെ ഞാൻ നൊമ്പരപ്പെടുത്തിയത്, ആ സാധുവിനെ ഞാൻ അവിശ്വസിക്കുകയും ആ പാവപ്പെട്ടവളെ ഞാൻ ഉപദ്രവിക്കുകയും അവളെ ഞാൻ കഠിനമായി വളരെ കർക്കശമായി പെരുമാറി അവളെ ഞാൻ വേദനിപ്പിക്കുകയും ചെയ്തു പോയത്, എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്രൂരമായി പെരുമാറിയത്, ഞാൻ അയവില്ലാതെ പെരുമാറിയത്, ആ സാധു മനുഷ്യൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ അവിവേകമായി സംസാരിച്ചു പോയത്, അവിവേകമായി പെരുമാറിപ്പോയത്, എൻ്റെ കർത്താവേ, എൻ്റെ മാതാപിതാക്കളുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയത്, എൻ്റെ അധ്യാപകരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു പോയത്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ഞാൻ ഉഴപ്പിക്കളഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, നാഥ, അനേകം പാപങ്ങൾ, എൻ്റെ ദൈവമേ, എനിക്കിപ്പോൾ എണ്ണിയാൽ തീരുന്നില്ല, പറഞ്ഞാൽ തീരുന്നില്ല, അനേകം പാപങ്ങൾ, നാഥ, എൻ്റെ പാപങ്ങളൊക്കെയും തിരുവൻപാകെ ഇതാ കടും ചുവപ്പായിരിക്കുന്നു, ഇതെല്ലാം വെണ്മയാക്കി തരാമെന്നല്ലോ നീ പറഞ്ഞത്. നാഥ, എനിക്ക് പാപങ്ങളെല്ലാം മാറ്റി എൻ്റെ ഹൃദയത്തെ നീ വെണ്മയാക്കി തരണം. ഒരു കറ പോലൂടെ കാണരുത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു കറ പോലും വരരുത്, ഒരഴുക്കും അവിടെ കാണരുത്. ഇനി പിശാച് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ കാണരുത്. എന്നെ മുഴുവനായി കഴുകുവാൻ അതിനല്ലോ നീ കുരിശിൽ മരിച്ചത്, അതിനല്ലോ നിൻ്റെ ചങ്ക് തുറന്നത്, അതിനല്ലോ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവരക്തം ഒഴുകിയത്. യേശുവേ, നിൻ്റെ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് തന്നെത്താൻ നേടാൻ സാധ്യമല്ല, തനിയെ പാപമോചനം നേടാൻ സാധ്യമല്ല. എൻ്റെ ഉപവാസം കൊണ്ടോ, എൻ്റെ തപസ് കൊണ്ടോ, എൻ്റെ ജീവിതത്തിൻ്റെ നിഷ്ഠ കൊണ്ടോ ഒന്നും എനിക്ക് പാപമോചനം നേടാൻ സാധ്യമല്ല. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ മാത്രമേ എനിക്ക് പാപമോചനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാനിതാ കുരിശിൻ ചുവട്ടിലേക്ക് ഓടി അണയുന്നു. എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ഈ സമർപ്പണത്തെ നീ സ്വീകരിക്കണമേ, എൻ്റെ സമർപ്പണത്തെ നീ പ്രസാദിക്കണമേ, സൗരഭ്യവാസന മണക്കണമേ, സൗരഭ്യവാസനയായി എൻ്റെ പ്രാർത്ഥന അംഗീകരിക്കണമേ, സുഗന്ധധൂപമായി എൻ്റെ പ്രാർത്ഥനയും എൻ്റെ യാഗവും അംഗീകരിക്കണമേ, എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ ഇന്ന് സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ നീറ്റലുകളും നൊമ്പരങ്ങളും അകറ്റണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, കുടുംബ സമാധാനവും കുടുംബശാന്തിയും അയക്കണമേ. എൻ്റെ കർത്താവെ, തളർന്നും തകർന്നും പോയ ജീവിതങ്ങളെ അവിടുന്ന് പുതുക്കി മെനയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെട്ടു പോയ ജീവിതങ്ങളിൽ ആശ്വാസവും പ്രത്യാശയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭീതിയിരിക്കുന്നവർക്ക് ധൈര്യവും പ്രത്യാശയും നൽകണമേ, പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ നല്ല വിജയം നൽകണമേ. എൻ്റെ കരുണയുള്ള കർത്താവെ, എല്ലാവരെയും തർക്കരം വെച്ച് ആശീർവദിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ, ആമീൻ.